ഇത് നമ്മുടെ കോൽപ്പുളി. ഞങ്ങളുടെ നാട്ടിലൊക്കെ കോൽപ്പുളി എന്ന് പറയും. തൃശ്ശൂര് തെക്കോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാളംപുളി എന്ന് പറയും. ഇത് ഇവിടെ ഉണ്ടായിരുന്നു, പുളിമരം പണ്ട് ഉണ്ടായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങളുടെ തറവാട്ടില് നിറയെ പുളിമരായിരുന്നു, വേണ്ട പുളി ഉണ്ടാവും. അപ്പൊ തറവാട്ട് പറമ്പിലൊക്കെ പുളിമരം നന്നായിട്ടുണ്ടായിരുന്നു. പുളി വേണ്ട ഈ സമയമാകുമ്പോ പുളിക്ക് ചടിച്ച് തൊണ്ട് കളഞ്ഞ് കുരുകുത്തി അടുത്ത സീസൺ വരെ ഉണ്ടായാലും കഴിയില്ല. അത്ര പേർക്ക് ചാണയാക്കി ഇതിങ്ങനെ ഉപ്പ് കൂട്ടി ഇടിച്ചു വായു കടക്കാണ്ടൊക്കെ സൂക്ഷിച്ചു വെക്കും. അത് അപ്പൊ ഇത് ഇപ്പൊ ഇല്ല. ഇതിപ്പോ എനിക്ക് താഴെയുള്ള നാത്തൂൻ്റെ അവിടെ നിന്ന് ഞാൻ ചോദിച്ച് പുളി കൊടുത്തയച്ചതാണ്. അപ്പൊ നമുക്ക് കുരു കുത്തി വെക്കാം. കുറച്ച് ഞാൻ കുരു കുരുവാണ് ഇത്. അതിന്റെ ഞെട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഈ മുട്ടിയിലൊക്കെ വെച്ചിട്ട് ഞെട്ട് ഇങ്ങനെ കത്തി കൊണ്ട് വെട്ടി എടുത്തിട്ടൊക്കെയാണ് കുരു കുത്താറ്. ഇതിപ്പോ കൊണ്ട് ഇങ്ങനെ വെട്ടി കളഞ്ഞ് ഇതാക്കി വെച്ചേക്കാണ്. ഞെട്ട് കളയാണ്ട് എടുക്കാം. ഞെട്ട് പണ്ടൊന്നും ഞെട്ട് കളയില്ല. അത് ഇങ്ങനെ തന്നെ കുരു കുത്തിയൊക്കെ ഇതായി ചാണയാക്കി ഇടിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കുരു കുത്തി എടുക്കാം. എന്നിട്ട് ഉപ്പ് കൂട്ടി ഇപ്പം ഇടിക്കണ പണിയൊന്നും ഇല്ല. ഇടിക്കാൻ പോരലും ഇതൊക്കെ പറമ്പിലും ഇതൊക്കെയാണ് എടുക്കുക, ഒരയ്ക്കും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തുട്ടാ ചെയ്യാമെങ്കിൽ ലേശം പൊടി ഉപ്പ് ഇട്ടിട്ട് കൂട്ടി ഒതുക്കി ഇതാക്കി വയ്ക്കും. ഇങ്ങനെ ഇതാക്കി വയ്ക്കുക. ചെറിയ പുളികളാണ്. അപ്പോൾ അതിൽ തൊണ്ടൊക്കെ നന്നായിട്ടുണ്ട്. ചേച്ചിയെന്ന് വെച്ചാൽ അവിടെ തൊണ്ട് കളഞ്ഞൊക്കെ കൊടുത്തതാണ്. അപ്പോൾ അത് അതിൻ്റെ തൊണ്ട് പൊടിഞ്ഞ ചെറിയ തൊണ്ടുകളുണ്ട്. ചമ്മന്തിയൊക്കെ അരയ്ക്കണമെങ്കിലേ നമുക്ക് ഈ വേടിക്കണ പുളി നന്നായിട്ട് അതിന് മിട്ടിയെത്തുമ്പോഴൊക്കെയാന്ന് തോന്നുന്നുണ്ട്. തൊണ്ടും കുരുവും ഒക്കെ കൂടി കൂട്ടി ഇതാക്കിയിട്ട് അപ്പൊ നമ്മളത് പിഴിഞ്ഞെടുക്കുമ്പോ നന്നായിട്ട് അതിന്റെ തൊണ്ടിന്റെയും ഇതൊക്കെയുണ്ട്. അപ്പൊ അത് വെച്ചുമ്പോൾ ചമ്മന്തി അരയ്ക്കാനൊന്നും വലിയ തൃപ്തി ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ചമ്മന്തി അരയ്ക്കാനും പറഞ്ഞിട്ട് ഒരു പുളി ചോദിച്ച് കൊടുത്തയച്ചതാണ്. ഇതിന്റെ നാരൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്. അതൊക്കെ നാര് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് പൊടി ആക്കി എടുക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് ചാണയാക്കി ഇരിക്കാം. ഇത് നമുക്ക് ഈ കുരുവുണ്ടല്ലോ, പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല പുളി, എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുളിങ്കുരു കാരണന്മാരെന്തിട്ട് ചെയ്യാമെങ്കിൽ വറുത്തിട്ട് ഒരളിലിട്ട് കുത്തി അതിൻ്റെ തൊണ്ട് കളഞ്ഞ് നന്നായിട്ട് ചുമക്ക വറക്കും. എന്നിട്ട് കുത്തി അതിൻ്റെ തൊണ്ട് കളഞ്ഞ് ചേറി ഇതാക്കി എടുത്തിട്ട് ആവശ്യത്തിന് കുറേശ്ശെ തലേദിവസം ഒക്കെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി പിറ്റേ ദിവസം ഉപ്പേരി കൂട്ടാൻ പോലെ നല്ല വറുത്ത് അങ്ങനെ കുതിർത്തിയിട്ട് തിന്നാൻ പിള്ളേര് വായലിട്ട് ഇങ്ങനെ കടിച്ചിട്ട് കിടക്കാൻ നല്ല ഇതാണ്. അല്ലാണ്ട് കുതിർത്താണ്ട് തന്നെ വായലിട്ട് തൊണ്ട് കളഞ്ഞ് ഇട്ട് വായൽ വെള്ളം ഉണ്ടാവാനും ഒക്കെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ പുളിങ്കുരു വറുത്തത് വായലിട്ട് ഇതാക്കിയിട്ടാവും നടക്കുക. അപ്പം അതിങ്ങനെ വായലിട്ട് കുറേ ഇതാക്കി കുറേ കഴിയുമ്പോൾ കുതിരും. അപ്പോൾ ചവച്ച് തിന്നും. അടുത്ത പിടി വീണ്ടും വായലിലേക്ക് ഇടും. അതാണ് ഞങ്ങളുടെ പണി. അപ്പോൾ അങ്ങനെ അമ്മമാര് ആയോര് ഇങ്ങനെ ചെയ്യും. കുരു വറുത്ത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി അവര് ഉള്ളിയും മുളകൊക്കെ ഇടിച്ച് മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും അവിടങ്ങളിൽ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഈ വറുത്ത് ഇടിച്ച് നാളികേരം ശർക്കരയൊക്കെ കൂട്ടി അങ്ങനെയും ചെയ്യും. അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. ഇപ്പോഴും പുളിയുള്ള വീടുകളൊക്കെ ഉണ്ടാവും, അവരൊക്കെ ചെയ്യണ്ടായിരിക്കാം കാരണന്മാരായിട്ടുള്ളവർ. പിന്നെ ഇപ്പോഴത്തെ അധികം സമയവും ഇല്ലല്ലോ ഇതൊന്നും ചെയ്യാൻ. പുളിങ്കൂര് ഞങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ തറവാട്ടിൽ ഞാൻ പറഞ്ഞല്ല പുളിമരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുളിങ്കുരു അത് എന്തിനാണ് അവരത് മേടിക്കണേന്നുള്ളത് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ചന്തയിൽ കൊണ്ട് കൊടുക്കും പുളിങ്കുരു.
ഉണക്കി അതിൻ്റെ ഈ നാരും കോലൊക്കെ മാറ്റി കൊണ്ടുപോവുക വെയിലത്തിട്ട് ഉണക്കി. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കാണ്ടിരുന്നുണ്ടെങ്കിൽ ഈ പുഴു വരും, പുഴു കുത്തും, പുഴുക്കേട് വരും. അപ്പോൾ നമ്മളത് വെയിലത്തിട്ടൊക്കെ ഉണക്കി കേട് കൂടാണ്ട് ഇതാക്കി അതിൻ്റെ ഇത് ഞെട്ടൊക്കെ കളഞ്ഞ്, അന്ന് കാലത്ത് ഞെട്ട് കുത്തൽ കളയലില്ല, അങ്ങനെ തന്നെ കുരു കുത്തി എടുക്കുക ചെയ്യാം. അതിലെന്തെങ്കിലും നാരും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിയിട്ട് ഉണക്കുക. അന്നൊക്കെ 3 രൂപ കിലോയ്ക്ക്, 3 രൂപയ്ക്കാ കിട്ടുക. കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കളയില്ല ഒന്നും, കൊണ്ട് കൊടുക്കും ഞങ്ങൾ. പുതുക്കാടൊക്കെയാണ് കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വറക്കാം. കുരുവൊക്കെ കുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് വേണം ഇനി അതിലൊരു പടിയുണ്ട്, അതൊക്കെ പറക്കി തിരിഞ്ഞെടുക്കണമെങ്കിൽ. നമുക്ക് വറക്കാം. അപ്പോൾ ഇത് വറുത്തിട്ട് പരിചയപ്പെടുത്താം. നമ്മൾ കുരു കുത്തുന്ന കാണിച്ചല്ല, കുരു കുത്തി ഞാൻ ഇത്രയ്ക്ക് പൊടി ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് 2-3 കുഞ്ഞി ചാണയായിട്ട് ഇതാക്കാം. അതിൻ്റെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അരിയും, എന്നുവെച്ചാൽ ഒന്ന് വേർത്ത് ഇതാവും. അപ്പം നമുക്കത് ഒതുക്കി എടുക്കാൻ നല്ല എളുപ്പമുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞല്ല, ഉരലിൽ പിടിച്ച് ഉപ്പ് കൂട്ടിയിട്ട് അങ്ങ് ഇടിക്കും. അപ്പോൾ പുളി ഉപ്പും കൂടി നന്നായിട്ട് ഇടിച്ചങ്ങോട്ട് യോജിപ്പിച്ച് അതായത് ചാണ ഉരുട്ടി ചാണയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഉരലും ഇതൊന്നും ഇല്ല, ഉരലുണ്ട്, ഒക്കെ ഉണ്ട്, ഉരയ്ക്ക് മാത്രമില്ലാത്തുള്ള. പക്ഷെ ഒക്കെ പറമ്പിലേക്കൊക്കെ എടുത്തിട്ട് ഉരലും ആട്ടയിലൊക്കെ. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കാം. കല്ലുണ്ട് ആക്കി അത് പാളയിലാണ് കേട്ടോ. പുളി ഇങ്ങനെ ചാണയാക്കിയിട്ട് പാളയിൽ ഇടിച്ച് ഇതാക്കി വലിയ പറമ്പിൽ വലിയ പാള വെട്ടിയെടുത്തിട്ട് ആ പാളയിൽ വെച്ചിട്ടാണ് ഒതുക്കിയെടുക്കുക. അപ്പം പാളയൊക്കെ ഇപ്പോഴും ഉണ്ട്, പാള പറമ്പിലുണ്ട് വേണ്ടത്. പാള വെക്കാനായിട്ട് പോകണ്ടേ, ഇത് തിരികെ. അപ്പം ഞാനിങ്ങനെ ഇത് നമ്മുടെ നാടൻ ഉപ്പല്ല കേട്ടോ, മറ്റേ ഈ ടാറ്റയുടെ ഉപ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കണത്. ഇപ്പം ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കണത്. വെള്ളം ഇത് ചിലർ വെള്ളം തൊട്ട് വെള്ളം ഇതാക്കിയിട്ടൊക്കെ ഇടിച്ചൊതുക്കിയെടുക്കുക. അപ്പം ഉപ്പ് കൂടെ വെള്ളം ഇതാവുമ്പോൾ വേഗം കുഴഞ്ഞ് ഇതായി കിട്ടും. പക്ഷെ അത് പൊട്ടമാണോ പോലും കുറേ നാൾ ഇരിക്കുമ്പോൾ. അപ്പം അത് ചീത്തയാവും, കേടി വരും. ഒരു വെള്ളം തൊടേണ്ട ആവശ്യമില്ല. അത് ഈ കച്ചവടക്കാരൊക്കെ അങ്ങനെ ചെയ്യാം, വെള്ളം കൂട്ടിയിട്ട്. അങ്ങനെ നമുക്ക് കുഞ്ഞ് ഇതാക്കിയിട്ട് അതിനെ ഇത്രയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ കുറച്ചുകൂടി ഇടാണ്. പിള്ളേര് നോക്കി പറഞ്ഞ ഒരു ഉപ്പും കൂടി കിട്ടാം. അപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ടു. ഉള്ളിൽ നമ്മൾ എന്തൊരു ഉപ്പിട്ടാ ഞാൻ ഉരല് നാശമായി പിന്നെ അമ്മിയിൽ വെച്ച് അമ്മിക്കൊട കല്ലുകൊണ്ട് വെച്ച് അങ്ങനെയൊക്കെ ഇതാക്കാറുണ്ട്. അമ്മി പരിപാടിയാ. വല്ലാണ്ട് അങ്ങോട്ട് ഇതാവണമെന്നില്ല, ഒന്ന് ഉരുണ്ട് അത് കിട്ടിയാൽ മതി. പാലൊക്കെ നീ പറമ്പിലേക്ക് എടുക്കാൻ പോട്ടേന്ന് വെച്ചിട്ടാ. കഴിക്കുന്ന വ്യായാമം അത്യാവശ്യം ഒതുങ്ങി നോക്കാം.
ആ നാരൊക്കെയും കൂടി കൂടുമ്പോഴാണ് നമുക്കിങ്ങനെ ശരിക്കും ഒതുങ്ങി ഇതായി കിട്ടുക. നാരൊക്കെ കളഞ്ഞ് പുളി തന്നെ ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അപ്പോൾ ഒരലിലിട്ട് ഇടിക്കുക തന്നെ വേണം ശരിക്കും ഒതുങ്ങിയൊക്കെ കിട്ടണമെങ്കിൽ. ഒരലിട്ട് ഇടിച്ച് നമ്മൾ ഉരുട്ടി ഇതാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ ഉരുട്ടി ഇതാക്കാം. ഇതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വെച്ചാൽ ഇതിങ്ങനെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അത്രയും അങ്ങോട്ട് ഷേപ്പിൽ എടുക്കാൻ പറ്റില്ല. ആരും പരമാവധി ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനിയൊന്ന് വെയിലത്ത് ഒരു 2 ദിവസത്തെ വെയിൽ, വെള്ളം തൊടാത്ത കാരണം കൊണ്ട് അത് മതി. ഒന്ന് നന്നായിട്ടൊന്ന് ഉള്ളും ഇതൊക്കെ ഒന്ന് മറച്ച് ഇതാക്കി വെച്ച് ഉണക്കി എടുത്ത് നമുക്ക് വായു കടക്കാത്ത ഒരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കാം. ഇത് നമുക്ക് ആവശ്യം ഇങ്ങനെ മതി. ഇതിപ്പോൾ ഇങ്ങനെ ഇതാക്കി എടുത്തു. അപ്പോൾ കാണുമ്പോൾ വലിയ ഷേപ്പൊന്നും ഇല്ല എന്ന് തോന്നിയാലും കുഴപ്പമില്ല. നമുക്കിതൊന്ന് ഉണക്കി ഒരു 2 ചാണകം കൂടി ഉണ്ട്, ഇതേപോലെ 2 ഉരുളക്കും കൂടി ഉണ്ട്. അതുകൂടി അതേപോലെ ആക്കി എടുക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. പുളി ഇതിനേലും നല്ല ഇതിലൊക്കെ ഉരുട്ടി ഇതെടുക്കാം, അതെനിക്കറിയാം. ഇനിയിപ്പോൾ കുരു കളയണത് നമ്മളിത് വെയിലത്തിട്ട് നന്നായിട്ട് തൊണ്ട് കളഞ്ഞിട്ട് തൊണ്ട് കളയുമ്പോൾ തന്നെ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് തൊണ്ട് തട്ടിപ്പിടിച്ച് കളയുക. എന്നിട്ട് ഇത് പുളി വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതേപോലെ വല്ല കല്ല അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ കഷ്ണം അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുളി നടുവ പൊളിഞ്ഞു വരും. അപ്പം കുരു തട്ടിക്കുടഞ്ഞ് കളയാൻ എളുപ്പമുണ്ട്. അപ്പോൾ കൂടുതൽ പുളി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഇച്ചിരി പുളി അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനത് കത്തി കൊണ്ട് തന്നെ കുരു കുത്തിയെടുത്തു. ഇത് ഇതേപോലെ ആക്കി എടുത്തിട്ട് ഇത് ബാക്കി കൂടി അങ്ങനെ ഇതാക്കി. 3 ചാണകപ്പുളി, ചാണാന്നാണ് പറയുക. ഇത് പുളി 3 ഉണ്ടാന്നും പറയും, 3 ഉരുളാന്നും പറയാം. ഞങ്ങള് ശരിക്കും പുളി 1 ചാണകപ്പുളി അല്ലെങ്കിൽ 3 ചാണകപ്പുളി അങ്ങനെയൊക്കെയാണ് പറയുക. ചാണയാക്കി വെക്കുക എന്നാ പറയുക പുളി. അപ്പോൾ അത് 3 ചാണകപ്പുളി ഉണ്ട്. ഇതിലും ഒന്നുകൂടി ഒതുക്കി ഇതാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ കുറേ നാളേക്കുണ്ടാവും. എന്നുവെച്ചാൽ മീൻ വയ്ക്കാനൊക്കെ ഇവിടങ്ങളിൽ മീൻ വെക്കണത് ഈ പുളി തന്നെയാണ്. ചിലരൊക്കെ ഇപ്പോഴും ഈ കോൽപ്പുളി ഇട്ടിട്ടാണ് മീൻ വെക്കുക. കുടപ്പുളിയിൽ മീൻ വെച്ചാൽ ഇഷ്ടാവാത്തവരുണ്ട്. പക്ഷെ ഞാൻ കുടപ്പുളിയിലാണ് മീൻ കറി വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത് കുറച്ച് പുളിയേ വേണ്ടൂ. കോൽപ്പുളിയിൽ കുറേ ഇതാക്കി വെക്കുമ്പോൾ അപ്പോൾ അവർക്ക് വെച്ചാൽ കോൽപ്പുളിയിൽ തന്നെ ഈ മീൻ കറി വെക്കില്ല, സ്ഥിരം മീൻ കറി വെച്ച് കൂട്ടുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കുറേ പുളി ചിലവാകും. ഇത് 3 ചാണകപ്പുളി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതേപോലെ പുളി ഉള്ളവർ ഇതേപോലെ ചെയ്ത് വെക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമുക്ക് വീട്ടിൽ പറമ്പിലൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പം ഇത്തിരി പുളി മേടിച്ച് ഇതിങ്ങനെ ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം, ഉപയോഗിക്കാം. ഇഷ്ടമെങ്കിൽ അഭിപ്രായം പറയുക.